ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. നാളെ എക്സാം ആണ്. എല്ലാവരും പഠിച്ചുവല്ലോ? പഠിച്ചായിരുന്നോ? ഓക്കെ. നാളത്തെ എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഇന്നത്തെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, പഠിക്കുക. ഓക്കെ. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നിങ്ങളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതുവാൻ അറിയില്ല എങ്കിൽ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിപ്പിക്കുവാനായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ മലയാളം വായിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ, എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ, മലയാളം അറിയാം പക്ഷേ വായിക്കാനും അത് കേട്ട് എഴുതുവാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഹിന്ദി വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല എന്നുള്ളവർക്കൊക്കെ ക്ലാസ് വരുന്നുണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ കിഡ്സ് ഏരിയ ഓൺലൈൻ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട്. മാത്തമെറ്റിക്സ് ബേസിക്, മാത്തമെറ്റിക്സ് ടഫായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് മാത്തമെറ്റിക്സിൻ്റെ എല്ലാ ബേസിക് ക്ലാസ്സസും ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഈ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും, ഈ 1 മുതൽ 10 വരെ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാമറുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇംഗ്ലീഷിലെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. LKG റിവിഷൻ, UKG റിവിഷൻ, അതായത് LKG നിന്നും UKG നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവർ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം റിവിഷൻ ചെയ്യുന്ന ക്ലാസ്സാണ് LKG റിവിഷൻ, UKG റിവിഷൻ. ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സസും ഏപ്രിൽ മെയ് വെക്കേഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1 മുതൽ 4 വരെയാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ, അതായത് ജൂണിലെ ക്ലാസ് മെയ് 1 സ്റ്റാർട്ട് ചെയ്യും. മെയ് 1 മുതൽ STD 1 to STD 7 വരെയുള്ള ട്യൂഷൻസാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നത്. നിങ്ങൾക്കിതിൽ ഏതിലാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം, ഏതിലാണോ അഡ്മിഷൻ വേണ്ടത്, അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിനെ കുറിച്ചാണോ അറിയേണ്ടത് ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിലേക്ക് പോകാം. ക്ലാസ് 2 ഇൻ്റഗ്രേഷൻ ആണ്. നാളെ ഇൻ്റഗ്രേഷൻ എക്സാം ആണല്ലേ. ഇതൊരു ചോദിച്ചിട്ടുള്ള ചോദ്യമാണേ. പൂന്തോട്ടത്തിലെ കാഴ്ചകൾ നോക്കൂ. ഇതൊരു പൂന്തോട്ടമാണ്. എന്താണ്? ഇതൊരു പൂന്തോട്ടം. ആദ്യത്തെ ചോദ്യം, ചിത്രത്തിൽ എന്തൊക്കെ? എന്താ ചോദിച്ചിരിക്കുന്നേ? ചിത്രത്തിൽ എന്തൊക്കെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? ചെടികൾ, പഴങ്ങൾ, പൂക്കൾ, കുട്ടികൾ, പക്ഷികൾ, പൂമ്പാറ്റകൾ, മരങ്ങൾ. ദാ ഇവിടെ നോക്കി, ഇവിടെ ഒരു മുയലിനെയും കാണുന്നുണ്ടല്ലേ. ഒരു മുയൽ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളിതിൽ കാണുന്നത് അത് നിങ്ങൾ എഴുതണം. ചിത്രത്തിൽ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? പൂക്കൾ, പൂമ്പാറ്റകൾ, പക്ഷികൾ, മാമ്പഴം എന്ന് എഴുതാം, മാമ്പഴങ്ങൾ എന്ന് എഴുതാം, മാമ്പഴം എന്ന് എഴുതാം, മരങ്ങൾ, കുട്ടികൾ, ഇതുപോലെ പക്ഷികൾ. നിങ്ങളിവിടെ എന്തൊക്കെയാണോ കാണുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. അതാണ് ചിത്രത്തിൽ എന്തൊക്കെ. രണ്ടാം, ഈ ചിത്രം കണ്ടല്ലോ, എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി ഇതൊരു വിവരണമാക്കി എഴുതാനായിട്ടാണ് ചോദിക്കുന്നത്. വിവരണമാക്കി നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊരു പൂന്തോട്ടമാണ് അല്ലേ. പൂന്തോട്ടത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കണം. വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം. പൂന്തോട്ടത്തിന് നടുവിൽ വലിയൊരു മാവ്, മാവിൽ നിറയെ മാമ്പഴങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്താ പൂന്തോട്ടം കണ്ടു, പൂന്തോട്ടത്തിൽ വലിയൊരു മാവുണ്ട്, മരമുണ്ട്. അത് ഏത് മരമായിരുന്നു? മാവ്. പൂന്തോട്ടത്തിന് നടുവിൽ വലിയൊരു മാവ്, മാവിൽ നിറയെ മാമ്പഴങ്ങൾ. ഈ പൂന്തോട്ടത്തിൽ നിറയെ ചെടികളുണ്ട്, ചെടികളിൽ നിറയെ പൂക്കളുമുണ്ട്. പൂക്കളിൽ നിന്നും തേൻ നുകരാൻ ഒത്തിരി പൂമ്പാറ്റകൾ. പൂന്തോട്ടത്തിൽ കളിക്കാനായി നിറയെ കുട്ടികൾ, നിറയെ പക്ഷികൾ അവിടെ പാറിപ്പറക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചയ്ക്ക് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമാണിത്. അപ്പോൾ ആ പൂന്തോട്ടത്തെക്കുറിച്ച് വിവരിച്ചെഴുതാൻ പറഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുക. അവിടെയുള്ള കാര്യങ്ങൾ അത് എന്താണെന്ന് നിങ്ങൾ വിവരിച്ചെഴുതുക. എങ്ങനെ എഴുതുക? വളരെ മനോഹരമായ ഒരു പൂന്തോട്ടം. പൂന്തോട്ടത്തിന് നടുവിൽ നിങ്ങൾ എന്താണോ കാണുന്നത് അത് എഴുതുക കേട്ടോ. നടുവിൽ വലിയൊരു മാവ്, മാവിൽ നിറയെ മാമ്പഴങ്ങൾ. ഈ പൂന്തോട്ടത്തിൽ നിറയെ ചെടികളുണ്ട്, ചെടികളിൽ പൂക്കളുമുണ്ട്. പൂക്കളിൽ നിന്നും തേൻ നുകരാൻ ഒത്തിരി പൂമ്പാറ്റകൾ.
പൂന്തോട്ടത്തിൽ കളിക്കാനായി നിറയെ കുട്ടികൾ. പക്ഷികൾ അവിടെ പാറി പറക്കുന്നുണ്ട്. അങ്ങനെ കാഴ്ചയ്ക്ക് വളരെ മനോഹരമായ ഒരു പൂന്തോട്ടമാണിത്. എഴുതാനായിട്ട് അറിയാലോ, വിവരണം തയ്യാറാക്കാൻ അറിയാലോ. അവിടെ കാണുന്നത് നിങ്ങൾ വിവരിച്ചെഴുതുക. എന്തൊക്കെയാണുള്ളതെന്ന് വിവരിച്ചതിന് വാക്യത്തിൽ സെന്റൻസ് ആക്കി എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ മുങ്ങുന്നവയും പൊങ്ങിക്കിടക്കുന്നവയും കണ്ടെത്തി എഴുതൂ. ആണി, കല്ല്, പേപ്പർ, നാണയം, ഉള്ളി, തക്കാളി, പെൻസിൽ, കത്രിക, ചുറ്റിക, പന്ത്, കടല, പയറ്, പച്ചമുളക്. ഇതിൽ നിങ്ങൾക്ക് സംശയമുള്ളത് എന്തൊക്കെയായിരിക്കും? ഉള്ളി, തക്കാളി, പച്ചമുളക്. ഇത്രയും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. മറ്റുള്ളതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാകും. ആദ്യം നമുക്ക് മുങ്ങുന്നവ എഴുതാം. മുങ്ങിയത് എന്തൊക്കെയാണെന്ന് അറിയാവോ? ആണി, കല്ല്, നാണയം, കത്രിക, ചുറ്റിക, കടല. ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്തു? മുങ്ങിപ്പോയി. ആണി, കല്ല്, കടല, പയർ, നാണയം, കത്രിക, ചുറ്റിക. ഇവ എന്ത് ചെയ്തു? ഭാരമുള്ളത് കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് പോയി അല്ലേ? പൊങ്ങിയത് എന്തൊക്കെയായിരിക്കും? പേപ്പർ, ഉള്ളി, തക്കാളി, പെൻസിൽ, പന്ത്, പച്ചമുളക്. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക് എന്താ ചെയ്യുക? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പന്തോ പൊങ്ങിക്കിടക്കും. പെൻസിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പെൻസിലും പേപ്പറും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പന്തും വെള്ളത്തിൽ പൊങ്ങിയാണ് കിടക്കുക. അപ്പോൾ മുങ്ങുന്നവയും പൊങ്ങിക്കിടക്കുന്നവയും തരംതിരിച്ചെഴുതാനായിട്ട് അറിയാലോ? അറിയാം. സഞ്ചാര രീതിക്കനുസരിച്ച് ജീവികളെ തരംതിരിക്കണം. അപ്പോൾ കുറച്ച് ജീവികളുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ആ ജീവികളെ തരംതിരിക്കാനായിട്ടായിരിക്കും പറയുന്നത്. എങ്ങനെ തരംതിരിക്കണം എന്ന് പറയത്തില്ല. കുറച്ച് ജീവികൾ നൽകിയിരിക്കും. ഇവയെ തരംതിരിക്കൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? ആദ്യം നമുക്ക് നീന്തുന്നവ. നീന്തുന്നവ താറാവ്, ആമ, മീൻ, തവള. ഇഴയുന്നവ എന്തൊക്കെയാണ്? ഒച്ച്, പാമ്പ്, പല്ലി, ഓന്ത്, അരണ, അട്ട. ഇവയെല്ലാം ഇഴയുന്നവയാണ്. ഇനി എങ്ങനെ തരംതിരിക്കാം? പറക്കുന്നവ കാക്ക, തത്ത, പ്രാവ്, പാറ്റ, പുൽച്ചാടി, പൂമ്പാറ്റ. ഇനി ഒരു രീതിയുടെയുണ്ട്. നടക്കുന്നവ ഉറുമ്പ്. ഉറുമ്പ് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഉറുമ്പ്, മനുഷ്യൻ, കുറുക്കൻ, കോഴി, പശു. ഇവയൊക്കെ എന്താ ചെയ്യുന്നേ? നടക്കുന്നവയാണ്. അപ്പോൾ ജീവികളെ തരംതിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ തരംതിരിക്കാം? നീന്തുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവ. എങ്ങനെയാണ്? നീന്തുന്നവ, ഇഴയുന്നവ, പറക്കുന്നവ, നടക്കുന്നവ. അതിനുള്ളിൽ എഴുതേണ്ടത് നിങ്ങൾക്കറിയാലോ? അറിയാം. താഴെ കൊടുത്തിട്ടുള്ള ആഹാര സാധനങ്ങളിൽ എണ്ണയിൽ വറുത്തവ, ആവിയിൽ പുഴുങ്ങിയവ എന്നിങ്ങനെ തരംതിരിക്കുക. ഇവിടെ കുറച്ച് ആഹാര സാധനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ എണ്ണയിൽ വറുത്തവ, ആവിയിൽ പുഴുങ്ങിയവ ഇങ്ങനെ തരംതിരിക്കണം. നിങ്ങളൊന്ന് തരംതിരിച്ചേ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. പറഞ്ഞു നോക്കിയായിരുന്നോ? ആദ്യം നമുക്ക് എണ്ണയിൽ പാകം ചെയ്തവ. എണ്ണയിൽ പാകം ചെയ്തവ ഇതിൽ ഏതൊക്കെയാണ്? നെയ്യപ്പം, കുഴലപ്പം, ഉഴുന്നുവട, അച്ചപ്പം, മുറുക്ക്, പക്കാവട. ഇതെല്ലാം എണ്ണയിൽ വറുത്തവയാണ്. ഇനി ആവിയിൽ പുഴുങ്ങിയവയോ? ഇടിയപ്പം, പുട്ട്, ദോശ,
ഇലയപ്പം, ഇഡലി. എണ്ണയിൽ പാകം ചെയ്തവ, ആവിയിൽ പാകം ചെയ്തവ. നെയ്യപ്പം, കുഴലപ്പം, ഉഴുന്നുവട, അച്ചപ്പം, മുറുക്ക്, പക്കാവട ഇതെല്ലാം എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആവിയിൽ വെച്ചെടുക്കുന്ന ഏതൊക്കെയാ? ഇടിയപ്പം, പുട്ട്, ദോശ, ഇലയപ്പം, ഇഡലി ഇതൊക്കെ ആവിയിലാണ് പാകം ചെയ്തെടുക്കുന്നത്. ഇനി ഏറ്റവും നല്ലത്, ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എണ്ണയിൽ പാകം ചെയ്തതാണോ ആവിയിൽ പാകം ചെയ്തതാണോ? ആവിയിൽ പാകം ചെയ്തവ. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതേതാ? ആവിയിൽ പാകം ചെയ്തവ. ഓക്കെ. നല്ല ആഹാരശീലങ്ങൾ, നല്ല ശുചിത്വശീലങ്ങൾ. നമുക്കാദ്യം നല്ല ആഹാരശീലങ്ങൾ നോക്കാം. നല്ല ആഹാരശീലങ്ങൾ: പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പച്ചക്കറികളും ഇലകളും പഴങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പച്ചക്കറികളും ഇലകളും പഴങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പഴകിയ ആഹാരം കഴിക്കരുത്. തുറന്നു വച്ചിരിക്കുന്ന ആഹാരം കഴിക്കരുത്. അപ്പോൾ നല്ല ആഹാരശീലങ്ങൾ എന്തൊക്കെയാണ്? പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത്. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പച്ചക്കറികളും ഇലകളും പഴങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പഴകിയ ആഹാരം കഴിക്കരുത്. തുറന്നു വച്ചിരിക്കുന്ന ആഹാരം കഴിക്കരുത്. അപ്പോൾ ഇത് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട നല്ല ആഹാരശീലങ്ങളാണ്. ഇനി നമുക്ക് നല്ല ശുചിത്വശീലങ്ങൾ നോക്കാം. നമ്മൾ വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി ശുചിത്വശീലങ്ങൾ: ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ വൃത്തിയായി കഴുകുക. ദിവസവും പല്ലു തേക്കുക, കുളിക്കുക. ദിവസവും പല്ലു തേക്കുക, കുളിക്കുക. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുക. നഖങ്ങൾ വെട്ടി വൃത്തിയാക്കുക. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. നല്ല വസ്ത്രങ്ങൾ ധരിക്കുക. ഇവ എന്താണ്? നല്ല ശുചിത്വശീലങ്ങൾ. അപ്പോൾ നല്ല ആഹാരശീലങ്ങൾ നമ്മൾ പഠിച്ചു, നല്ല ശുചിത്വശീലങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കണം. ആരോഗ്യശീലവുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റർ തയ്യാറാക്കണം. 3 പോസ്റ്റർ ടീച്ചറോട് തയ്യാറാക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ പോസ്റ്റർ എന്താണ്? ജങ്ക് ഫുഡുകൾ ആരോഗ്യത്തിന് ഹാനികരം. ജങ്ക് ഫുഡുകൾ ആരോഗ്യത്തിന് ഹാനികരം. രണ്ടാമതോ, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ നാടിൻ്റെ സമ്പത്ത്. ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ നാടിൻ്റെ സമ്പത്ത്. കോള ഒഴിവാക്കൂ, നാരങ്ങാ വെള്ളവും ഇളനീരും ശീലമാക്കൂ. കോള ഒഴിവാക്കൂ, നാരങ്ങാ വെള്ളവും ഇളനീരും ശീലമാക്കൂ. ഇങ്ങനെ ആരോഗ്യശീലങ്ങൾക്കായിട്ടുള്ള 3 പോസ്റ്ററാണ് ടീച്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. ജങ്ക് ഫുഡുകൾ ആരോഗ്യത്തിന് ഹാനികരം, ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ നാടിൻ്റെ സമ്പത്ത്, കോള ഒഴിവാക്കൂ, നാരങ്ങ വെള്ളവും ഇളനീരും ശീലമാക്കൂ. നമുക്ക് ആഹാരവുമായി ബന്ധപ്പെട്ട് പഴഞ്ചൊല്ല് നോക്കിയാലോ? 2 പഴഞ്ചൊല്ല് നോക്കാവേ. അധികമായാൽ അമൃതും വിഷം. അധികമായാൽ അമൃതും വിഷം. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം. ഉണ്ടവൻ അറിയുമോ ഉണ്ണാത്തവൻ്റെ വിശപ്പ്? ആഹാരം കഴിച്ചവന് ആഹാരം കഴിക്കാത്തവൻ്റെ വിശപ്പ് അറിയില്ല. ഉണ്ടവൻ അറിയാമോ ഉണ്ണാത്തവൻ്റെ വിശപ്പ്? 3 പഴഞ്ചൊല്ലാണ് ടീച്ചറോട് നൽകിയിട്ടുള്ളത്. ആഹാരവുമായി ബന്ധപ്പെട്ട 3 പഴഞ്ചൊല്ല്: അധികമായാൽ അമൃതും വിഷം, എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം, ഉണ്ടവൻ അറിയുമോ ഉണ്ണാത്തവൻ്റെ വിശപ്പ്. കടങ്കഥ നോക്കാം. ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട കടങ്കഥകൾ: ഞെട്ടില്ല വട്ടയില, പപ്പടം. ഞെട്ടില്ല വട്ടയില എന്താണ്? പപ്പടം. ഞെട്ടില്ലാത്ത വട്ടയില, അതാണ് ഞെട്ടില്ല വട്ടയില, പപ്പടം. ശീശു, 2 ഒച്ച, എടുത്തു നോക്കി 100 ഓട്ട. എന്താ? ദോശ. ശീശു, 2 ഒച്ച, എടുത്തു നോക്കി 100 ഓട്ട. അതെന്താ? ദോശ. അപ്പോൾ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് 2 കടങ്കഥയും ടീച്ചർ ഇവിടെ പറഞ്ഞു. ഇനി ഉപയോഗമനുസരിച്ച് വാഹനങ്ങൾ തരംതിരിക്കണം. വാഹനങ്ങളുടെ ഉപയോഗമനുസരിച്ച് എങ്ങനെ തരംതിരിക്കാം?
കുറച്ച് വാഹനങ്ങൾ നൽകിയിട്ടുണ്ടാകും, അത് തരംതിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. സഞ്ചാര രീതി അനുസരിച്ച് തരംതിരിക്കാം. സഞ്ചാര രീതി എന്ന് പറഞ്ഞാൽ കരയിലൂടെ ഓടുന്നവ, വെള്ളത്തിലോടുന്നവ, ആകാശത്തിലോടുന്നവ. ഉപയോഗമനുസരിച്ച് നമുക്ക് എങ്ങനെ തരംതിരിക്കാം? യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, യാത്രയ്ക്കായി ബസ്, കാർ, വാൻ, സൈക്കിൾ, വിമാനം, കപ്പൽ, കാളവണ്ടി, ഇതൊക്കെ യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അല്ലെ. ഓട്ടോറിക്ഷ, ഇതൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഒന്നാമത് എങ്ങനെ തരംതിരിക്കാം? യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. എക്സാമ്പിൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? കാർ, വാൻ, സൈക്കിൾ, വിമാനം, കപ്പൽ, കാളവണ്ടി. ഇതുപോലെ നിങ്ങൾക്കറിയാലോ ഒത്തിരി ബസ്, ട്രെയിൻ, ഒത്തിരി വാഹനങ്ങളുണ്ട്, യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. രണ്ടാമതോ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വാഹനങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. ലോറി, ലോറിയിൽ സാധനങ്ങൾ കൊണ്ടുപോകാറില്ലേ? ഗുഡ്സ് ട്രെയിൻ, ട്രെയിനിൽ സാധനം കൊണ്ടുപോകുന്ന അത് ഗുഡ്സ് ട്രെയിൻ. ചരക്ക് കപ്പൽ, കപ്പലിൽ സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്, ചരക്ക് കപ്പൽ. കാളവണ്ടി, കാളവണ്ടിയിലും സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. കൈവണ്ടി, കൈവണ്ടി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ നമ്മൾ തള്ളിക്കൊണ്ടു പോകുന്ന കൈവണ്ടി, അത് തന്നെയാണ്. അപ്പം ലോറി, ഗുഡ്സ് ട്രെയിൻ, ചരക്ക് കപ്പൽ, കാളവണ്ടി, കൈവണ്ടി, ട്രക്ക്, ഇതൊക്കെ എന്താണ്? സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ഇനി മൂന്നാമതോ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. ഒന്നാമത് യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. രണ്ടാമത് എന്തായിരുന്നു? രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സാധനങ്ങൾ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. മൂന്നാമതോ പല ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ. അതേതൊക്കെയാണ്? ട്രാക്ടർ, അത് കൃഷിപ്പണിക്കായിട്ടല്ലേ, അതുപോലുള്ളത്. ഫയർ എൻജിൻ, തീ അണയ്ക്കാൻ. യുദ്ധക്കപ്പൽ, യുദ്ധം ചെയ്യാനുള്ള കപ്പലാണ്. മണ്ണുമാന്തി യന്ത്രം, മണ്ണ് നീക്കാൻ വേണ്ടി. റോക്കറ്റ്, ബഹിരാകാശത്ത് വിക്ഷേപിക്കാൻ. ട്രാക്ടർ, കൃഷിപ്പണിക്കായിട്ട്. അപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങളുണ്ട്. അപ്പോൾ ഉപയോഗങ്ങൾ അനുസരിച്ച് വാഹനങ്ങൾ തരംതിരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ തരംതിരിക്കാം? ഉപയോഗങ്ങൾ അനുസരിച്ചിട്ട് യാത്രയ്ക്കായി ഉപയോഗിക്കുന്നവ, സാധനങ്ങൾ കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നവ, ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവ. ഇങ്ങനെ മൂന്നായിട്ട് ഉപയോഗമനുസരിച്ച് വാഹനങ്ങളെ തരംതിരിക്കാം. സഞ്ചാര രീതി അനുസരിച്ച് എങ്ങനെ തരംതിരിക്കാം? കരയിൽ ഓടുന്ന വാഹനങ്ങൾ, വെള്ളത്തിലോടുന്ന വാഹനങ്ങൾ, ആകാശത്തിൽ ഓടുന്ന വാഹനങ്ങൾ. അപ്പം അതും കറക്റ്റായിട്ട് എഴുതാനായിട്ട് അറിയാലോ. ഇനി പുകയുള്ള വാഹനങ്ങളും പുകയില്ലാത്ത വാഹനങ്ങളും. പുകയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാ? ബസ്, കാർ, വാൻ, ഇതൊക്കെ പുകയുള്ളതാണ്. പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാ? സൈക്കിൾ, കാളവണ്ടി, തോണി, ബോട്ട്, ചങ്ങാടം, ഇതിനൊന്നും പുകയില്ല. ഓക്കെ. ചക്രമുള്ള വാഹനങ്ങളും ചക്രങ്ങളില്ലാത്ത വാഹനങ്ങളും ഏതാ? വെള്ളത്തിലോടുന്ന വാഹനങ്ങൾക്ക് ചക്രങ്ങളില്ല. കരയിലോടുന്ന വാഹനങ്ങൾക്കും ആകാശത്തോടുന്ന വാഹനങ്ങൾക്കും എന്തുണ്ട്? ചക്രമുണ്ട്. ഓക്കെ. ഫയർ എഞ്ചിന്റെ നിറം എന്ത്? ഫയർ എഞ്ചിന്റെ നിറം എന്താ? ചുവപ്പ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫയർ എഞ്ചിന്റെ നിറം എന്ത്? എന്താണ് ഫയർ എഞ്ചിന്റെ നിറം? ചുവപ്പ്. രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളോട് കൂടിയ വാഹനം ഏത്? രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള വാഹനം ഏതാ? ആംബുലൻസ്. എന്താണ്? ആംബുലൻസ്. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതാ? തോണി, സൈക്കിൾ, ബോട്ട്, ചങ്ങാടം, കാളവണ്ടി, ഇതിനൊന്നും ഇന്ധനം ആവശ്യമില്ല. ഇന്ധനം ആവശ്യമില്ലെങ്കിൽ അവയ്ക്ക് പുകയുണ്ടാവോ? ഇല്ല. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ? മനസ്സിലായി. ഫയർ എഞ്ചിന്റെ നിറം ചുവപ്പ്. രോഗികളെയും അപകടത്തിൽപ്പെട്ടവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങളോടുകൂടിയ വാഹനം ആംബുലൻസ്. ഇന്ധനം ആവശ്യമില്ലാത്ത വാഹനങ്ങൾ തോണി, സൈക്കിൾ, ബോട്ട്, ചങ്ങാടം, കാളവണ്ടി, ഇവയ്ക്കൊന്നും എന്തില്ല? വേണ്ട, ഇന്ധനം ആവശ്യമില്ല. പാചകക്കുറിപ്പ് തയ്യാറാക്കണം. ആദ്യം വിഭവത്തിൻ്റെ പേരാണ് എഴുതാനുള്ളത്. നിങ്ങൾ എന്താണോ പാചകം ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ പേരെഴുതുക. ടീച്ചറിവിടെ അരിപ്പായസം എന്ന് എഴുതിയിരിക്കുകയാണ്. വിഭവത്തിൻ്റെ പേരെഴുതുക. രണ്ടാമത് എന്താണ് ചെയ്യാനുള്ളത്? ആവശ്യമുള്ള സാധനങ്ങൾ.
രണ്ടാമത് എന്താണ്? ആവശ്യമുള്ള സാധനങ്ങൾ. അരി, പാൽ, ശർക്കര, നെയ്യ്, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഏലക്കായ്. ആദ്യം വിഭവത്തിൻ്റെ പേരെഴുതുക, അതിനുശേഷം ആവശ്യമുള്ള സാധനങ്ങൾ എഴുതുക. ഇനി ഇതുപയോഗിച്ച് തയ്യാറാക്കാം. തയ്യാറാക്കുന്ന വിധം. ഒരു പാത്രത്തിൽ പാലെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. മറ്റൊരു പാത്രത്തിൽ ശർക്കരയെടുത്ത് അല്പം വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് ഉരുക്കിയെടുക്കുക. ഒരു പാത്രത്തിൽ പാലെടുത്ത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കുക. മറ്റൊരു പാത്രത്തിൽ ശർക്കരയെടുത്ത് അല്പം വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ച് ഉരുക്കിയെടുക്കുക. പാൽ തിളച്ച് വരുമ്പോൾ അരി പാലിലിടുക. വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് ശർക്കര ഉരുക്കിയത് ചേർത്ത് ഇളക്കുക. പാലിൽ അരി വെന്ത് വരുമ്പോൾ എന്ത് ചെയ്യണം? ശർക്കര ഉരുക്കിയത് അതിൽ ചേർത്ത് ഇളക്കണം. അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇടുക. ഏലക്കായ് പൊടിച്ചത് ചേർക്കുക. പായസം തയ്യാർ. അവസാനം എന്തെഴുതണം? പായസം തയ്യാർ. മനസ്സിലായിരുന്നോ? തെറ്റാതെ എഴുതാനായിട്ട് അറിയാലോ, പാചകക്കുറിപ്പ് എഴുതാനായിട്ട് അറിയാലോ. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. നിങ്ങളിൽ ആർക്കെങ്കിലും മലയാളം അക്ഷരങ്ങൾ എഴുതുവാൻ അറിയില്ല എങ്കിൽ മലയാളത്തിലെ എല്ലാ അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിപ്പിക്കുവാനായിട്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ മലയാളം വായിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ, എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ, മലയാളം അറിയാം പക്ഷേ വായിക്കാനും അത് കേട്ട് എഴുതുവാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല, ഹിന്ദി വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല എന്നുള്ളവർക്കൊക്കെ ക്ലാസ് വരുന്നുണ്ട് ഏപ്രിൽ മെയ് വെക്കേഷനിൽ. കിഡ്സ് ഏരിയ ഓൺലൈൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട്. മാത്തമെറ്റിക്സ് ടഫായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവർക്ക് മാത്തമെറ്റിക്സിൻ്റെ എല്ലാ ബേസിക് ക്ലാസ്സസും ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഈ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും, ഇപ്പോൾ 1 മുതൽ 10 വരെ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാമറുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇംഗ്ലീഷിലെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പഠിക്കുവാനായിട്ട് കഴിയും. LKG റിവിഷൻ, UKG റിവിഷൻ, അതായത് LKGയിൽ നിന്നും UKGയിൽ നിന്നും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് അവർ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം റിവിഷൻ ചെയ്യുന്ന ക്ലാസ്സാണ് LKG റിവിഷൻ, UKG റിവിഷൻ. ഇങ്ങനെയുള്ള എല്ലാ ക്ലാസ്സസും ഏപ്രിൽ മെയ് വെക്കേഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്കറിയാം 1 മുതൽ 4 വരെയാണ് ഇപ്പോൾ കേരള സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ, അതായത് ജൂണിലെ ക്ലാസ് മെയ് 1 സ്റ്റാർട്ട് ചെയ്യും. മെയ് 1 മുതൽ STD 1 to STD 7 വരെയുള്ള ട്യൂഷൻസാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നത്. നിങ്ങൾക്കിതിൽ ഏതിലാണോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം, ഏതിലാണോ അഡ്മിഷൻ വേണ്ടത്, അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിനെ കുറിച്ചാണോ അറിയേണ്ടത് ആ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ.